Hello dears, welcome back to ISK Essay English. Hello dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പറിൻ്റെ കോഡ് വരുന്നത് BEGC103 എന്നുള്ളതാണ് പേപ്പറിൻ്റെ കോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എ ടൈഗർ ഫോർ മാൽഗുഡി എന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക്. ഈ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് യൂണിറ്റ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. അതായത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് നോവലുകളുടെ ഒരു ബേസ് എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ വി തിങ്ക് ഓഫ് ദ ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ വി തിങ്ക് ഓഫ് ദ ട്രിനിറ്റി. അതായത് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ആശയം എന്നുള്ളത് ട്രിനിറ്റി എന്നുള്ളതാണ്. അതായത് ത്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാളുകൾ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന മൂന്നാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൽക്രാജ് ആനന്ദ് 1905 to 2004 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് RK നാരായൺ. അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് രാജാ റാവു. ഈ മൂന്ന് പേരാണ് ട്രിനിറ്റി, അതായത് ത്രയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. All three began writing in the 1930s and all three saw the turn of the century. ഈ മൂന്ന് പേരും 1930കളിലാണ് ഇവരെഴുത്ത് തുടങ്ങുന്നത്. മാത്രമല്ല ഇവരെ ആ ഒരു നൂറ്റാണ്ട് മറിയുന്നത്, ആ ഒരു നൂറ്റാണ്ട് മാറുന്നതിന് സാക്ഷികളായവരാണ് ഇവർ. Their influence or their importance in the world of Indian English novel cannot be denied. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളിൽ ഈ മൂന്ന് പേരുടെയും സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കൊരു നിലയ്ക്കും നിഷേധിക്കാൻ കഴിയില്ല. വിത്ത് ആനന്ദ്സ് അൺടച്ചബിൾ, നാരായൺ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, റാവൂസ് കാന്തപുര, the Indian English novel found its place in the gamut of Indian literature. അതായത് മുൽക്രാജ് ആനന്ദിൻ്റെ അൺടച്ചബിൾ എന്ന നോവലും നാരായണന്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ രാജാ റാവുവിൻ്റെ കാന്തപുര എന്നുള്ള നോവലും, ഈ മൂന്ന് പേരുടെയും നോവലുകൾ ഇന്ത്യൻ നോവലിനെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ആ ഒരു ശ്രേണിയിൽ ഏറ്റവും മുകളിലെത്തിക്കാൻ, നോവലിനെ ഏറ്റവും മുകളിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ നോവലോട് കൂടി ഈ മൂന്ന് പേരുടെയും, അതായത് ആനന്ദിൻ്റെ അൺടച്ചബിൾ, നാരായണൻ്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ റാവുവിൻ്റെ കാന്തപുര എന്നുള്ള നോവൽ. അപ്പോൾ ഈ ഇവരുടെ മൂന്ന് പേരുടെയും നോവലുകൾ ഇംഗ്ലീഷ് നോവലിനെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഉന്നതിയിലെത്തിക്കാൻ, ആ ശ്രേണിയിൽ ഏറ്റവും, ആ ഇന്ത്യൻ സാഹിത്യം എന്ന് പറയുന്നതിൽ ഇന്ത്യൻ നോവലുകൾക്ക് ഒരു ഉയർന്ന സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഏർലി 19th century. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ഇറ്റ് ഈസ് റീസണബിൾ ടു എക്സ്പെക്ട് ദാറ്റ് എസ്സേസ്, ആർട്ടിക്കിൾസ് ആൻഡ് സ്കെച്ചസ് ഇൻ ഇംഗ്ലീഷ് വുഡ് ഹാവ് ബിഗൺ ടു ഫ്ലോ ഫ്രം ഇന്ത്യൻ പെൻസ് സൂൺ ആഫ്റ്റർ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ റൈറ്റേഴ്സിൽ നിന്നും എസ്സേകളും ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചസും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ജേർണൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇംഗ്ലീഷ് പത്രങ്ങളും ഇംഗ്ലീഷ് ജേർണൽസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇംഗ്ലീഷ് ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ചുകളും എസ്സേകളും വളരെ പെട്ടെന്ന് ഇന്ത്യൻ റൈറ്റേഴ്സിൽ നിന്നും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. With the English presence India
from even earlier. It should be expected that some Indians wrote in English even before than that. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷിൻ്റെ സാന്നിധ്യം വളരെ മുൻപ് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല ഇന്ത്യൻസും വളരെ മുൻപ് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം എന്ന് നമുക്ക് കരുതാം. ഇനി ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, ഏതാണ് ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ എന്നുള്ളതാണ്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദ ഫേമസ് ബംഗാളി നോവലിസ്റ്റ് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ്, അതായത് ആദ്യ ബംഗാളി നോവലിസ്റ്റ് ആയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ് റോട്ട് ഹിസ് വെരി ഫസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ്. അദ്ദേഹം തൻ്റെ ആദ്യത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആദ്യ നോവൽ എഴുതി. ദിസ് വാസ് രാജ്മോഹൻസ് വൈഫ്. ആ നോവലിൻ്റെ പേര്, അപ്പോൾ ഇംഗ്ലീഷിലുള്ള ആദ്യത്തെ ഇന്ത്യൻ നോവൽ എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായയുടെ രാജ്മോഹൻസ് വൈഫ് എന്നുള്ളതാണ്. വിച്ച് വാസ് സീരിയലൈസ്ഡ് ആസ് വൈഫ് ഇൻ ദ കൽക്കട്ട വീക്കിലി ദ ഇന്ത്യൻ ഫീൽഡ് ഇൻ 1864. ഈ ഒരു രാജ്മോഹൻസ് വൈഫ് എന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ 1864 കൽക്കട്ട വീക്കിലി ആയിട്ടുള്ള ദ ഇന്ത്യൻ ഫീൽഡ് എന്ന് പറയുന്ന വീക്കിലിയിൽ സീരിയലായിട്ട് വന്നിരുന്നു. ദിസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ബുക്ക് ഫ്രം ഓൺലി ഇൻ ദ 1930s. 1930 ഈ നോവൽ ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് റീപബ്ലിഷ്ഡ് ഇൻ 1990. 1990 ഈ പുസ്തകം റീപബ്ലിഷ് ചെയ്തു. Bankim was much influenced by the English novelists that he had read, particularly Sir Walter Scott and Charles Dickens. ബങ്കിം താൻ വായിച്ചിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായെ അദ്ദേഹം വായിച്ചിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് സർ വാൾട്ടർ സ്കോട്ട്, ചാൾസ് ഡിക്കൻസിനെ പോലുള്ള റൈറ്റേഴ്സിൻ്റെ സ്വാധീനം ഇദ്ദേഹത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. രാജ്മോഹൻസ് വൈഫ് ലൈക്ക് ഈസ് ബംഗാളി നോവൽസ്, തൻ്റെ മറ്റു ബംഗാളി നോവലുകൾ പോലെ രാജ്മോഹൻസ് വൈഫ് എന്നുള്ള തൻ്റെ ഇംഗ്ലീഷിലുള്ള ആദ്യത്തെ നോവൽ ഡീൽസ് വിത്ത് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ദ ഡേ. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ കാലഘട്ടത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്നതായിരുന്നു ഈ നോവൽ. ഇൻ എ സെൻസ് ദ മെയിൻ അജണ്ട ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ വാസ് സെറ്റ് ഇൻ ദിസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ്സെൽഫ്. അതായത് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുമ്പോൾ ആ നോവലിൽ എന്ത് പ്രതിപാദിക്കണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലിൽ തന്നെ ആ ഒരു വസ്തുത സാധ്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജ്മോഹൻസ് വൈഫ് ഈസ് അബൌട്ട്, രാജ്മോഹൻ്റെ ഭാര്യ എന്നുള്ള ഈ നോവൽ എന്താണ് ഈ നോവലിൽ പറയുന്നത്? എബൌട്ട് ദ ഇഫക്ട്സ് ഓഫ് എ ബാഡ് മാരേജ് ഓൺ എ വുമൺ. അതായത് ഒരു വിവാഹം, ബാഡ് മാരേജ്, വളരെ മോശമായിട്ടുള്ള ഒരു വിവാഹം ഒരു സ്ത്രീയെ ഏതു രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ നോവലിലെ പ്രതിപാദ്യ വിഷയം. ദ സഫറിങ്സ് ഓഫ് എ മിഡിൽ ക്ലാസ് ഹൗസ് വൈഫ് മന്ദാകിനി അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ഹെർ ഹസ്ബൻഡ് രാജ്മോഹൻ ഇൻ റൂറൽ ഈസ്റ്റ് ബംഗാൾ ഫോംസ് ദി സബ്ജക്റ്റ് ഓഫ് ദ നോവൽ. ഈ നോവലിലെ വിഷയം എന്ന് പറയുന്നത് സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള മന്ദാകിനി എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അവരുടെ ഹസ്ബൻഡായിട്ടുള്ള രാജ്മോഹനിൽ നിന്നും, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബംഗാളിലെ ഒരു റൂറൽ ഗ്രാമപ്രദേശത്ത് വളർന്ന് വന്ന ഈ പെൺകുട്ടി അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങളാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റ്.
This was the time of social reform, and it shouldn't surprise us that the first Indian English novel is not a historical romance, as has been suggested sometimes, but a social novel. ഈ നോവൽ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഒരു സമയം എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ റിഫോർമേഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു നോവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ റൊമാൻസ് അല്ല, മറിച്ച് അതൊരു സോഷ്യൽ നോവലാണ്. അതൊരു സാമൂഹിക വിഷയം കൈകാര്യം ചെയ്യുന്ന നോവലാണെന്നുള്ളത് ഒരിക്കലും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ബങ്കിങ് മേ നോട്ട് ഹാവ് റിട്ടൺ അനദർ നോവൽ ഇൻ ഇംഗ്ലീഷ്. ഒരു പക്ഷേ ഇദ്ദേഹം ഇംഗ്ലീഷിൽ മറ്റു നോവൽ എഴുതിയില്ലായിരിക്കാം. ഒരു പക്ഷേ ഈ ഒരു നോവൽ മാത്രമായിരിക്കാം ബങ്കിം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. ബട്ട് ഈസ് ബംഗാളി നോവൽസ് വേർ ടു ഇൻഫ്ലുവൻസ് ദ കോഴ്സ് ഓഫ് ദ നോവൽ ഇൻ ഇന്ത്യ. പക്ഷെ ഇദ്ദേഹം എഴുതിയിട്ടുള്ള ബംഗാളി നോവലുകൾ ഇന്ത്യയിലെ നോവലുകളുടെ ഗതിയെ തന്നെ സ്വാധീനിച്ച നോവലുകളായിരുന്നു. അത്രത്തോളം നിലവാരമുള്ള, അല്ലെങ്കിൽ അത്രത്തോളം വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ, നോവലിൻ്റെ തന്നെ മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇദ്ദേഹത്തിൻ്റെ നോവലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ നോവലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 3 സിഗ്നിഫിക്കൻറ്റ് നോവലിസ്റ്റ്. പ്രധാനപ്പെട്ട 3 നോവലിസ്റ്റുകൾ ആരൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്, ഇന്ത്യയിലെ ഇംഗ്ലീഷിൽ എഴുതുന്ന നോവലിസ്റ്റുകളിൽ പ്രധാനപ്പെട്ട 3 നോവലിസ്റ്റുകൾ ആരൊക്കെയാണെന്നുള്ളതാണ്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഈവൻ in the history of Indian English fiction in the 19th centuries, in the 1930s was the appearance of the trio. അതായത് 1930കളിലെ ഇന്ത്യൻ ഫിക്ഷൻ്റെ രംഗത്ത്, ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ മേഖലയിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ മേഖലയിൽ ട്രയോ അവരുടെ വരവായിരുന്നു. ആരാണ് ട്രയോ? ട്രയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആളുകളാണ്. അപ്പോൾ ആരാണ് ആ 3 ആളുകൾ? ആരാണ് ട്രയോ? അപ്പോൾ ആരാണ് ട്രയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ട്രയോയുടെ അപ്പിയറൻസ് ആണ്. അതായത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ, അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ട്രയോയുടെ വരവാണ്. മുൽക്ക് രാജ് ആനന്ദ്, RK നാരായൺ, രാജാ റാവു, ഈ 3 പേരാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിലെ ട്രയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിൽ ആദ്യമായിട്ട് നോക്കുന്നത് മുൽക്ക് രാജ് ആനന്ദ്. മുൽക്ക് രാജ് ആനന്ദ് ഹാസ് ടു ഹിസ് ക്രെഡിറ്റ് 16 നോവൽസ്. ഇദ്ദേഹത്തിൻ്റെതായിട്ട് 16 നോവലുകൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. 12 കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, അതായത് ചെറുകഥാ സമാഹാരങ്ങളുടെ 12 കളക്ഷൻസ് ഉണ്ട്, ചെറുകഥകൾ. മോർ ദാൻ 25 ബുക്സ് ഓൺ ആർട്ട്, കലയെക്കുറിച്ച് 25-ലധികം പുസ്തകങ്ങളുണ്ട്. മാത്രമല്ല ആൻഡ് അതർ ജനറൽ സബ്ജക്ട്സ് ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്, മറ്റു പൊതുവിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആർട്ടിക്കിൾസും മുൽക്ക് രാജ് ആനന്ദ് എഴുതിയിട്ടുണ്ട്. ഹി വാസ് എ നോവലിസ്റ്റ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നോവലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. കണ്ടംപററി റൈറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻഫ്ലുവൻസ്ഡ് ഹിം ഗ്രേറ്റ്ലി. അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള എഴുത്തുകാർ, അദ്ദേഹത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച എഴുത്തുകാർ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ഹിയർ പ്രേംചന്ദ് ആൻഡ് ടാഗോർസ് റൈറ്റിംഗ്സ് കം ടു മൈൻഡ്. സമകാലികർ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് പ്രേംചന്ദും അതുപോലെ തന്നെ ടാഗോറിൻ്റെയൊക്കെ റൈറ്റിങ്സ് ആണ്.
ഹിസ് ഫിലോസഫിക്കൽ ട്രെയിനിങ് had made him receptive to the thoughts of a number of Western thinkers of his time. അതായത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വചിന്തയിലുള്ള അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് മെയ്ഡ് ഹിം റിസപ്റ്റീവ് ടു ദ തോട്ട് ഓഫ് എ നമ്പർ ഓഫ് വെസ്റ്റേൺ തിങ്കേഴ്സ് ഓഫ് ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമകാലികരായ തിങ്കേഴ്സ്, ആ തിങ്കേഴ്സിൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സുമായിട്ട് പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആനന്ദ്സ് ലവ് ഫോർ വർക്കിംഗ് പീപ്പിൾ ഈസ് സീൻ ഇൻ ഹിസ് ക്രിയേറ്റീവ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് വർക്കിൽ, ആനന്ദിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള സൃഷ്ടികളിൽ അദ്ദേഹത്തിന് വർക്കിംഗ് പീപ്പിൾ, തൊഴിലാളികളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം നമുക്ക് കാണാൻ കഴിയും. വേർ ഹിസ് പ്രൊട്ടാഗണിസ്റ്റ് ആർ, അദ്ദേഹത്തിൻ്റെ പല വർക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രോട്ടോഗണിസ്റ്റുകൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് സ്വീപ്പേഴ്സും കൂലീസും അതുപോലെ തന്നെ പ്ലാന്റേഷൻ വർക്കേഴ്സൊക്കെ ആയിരുന്നു. ദിസ് വാസ് എ ന്യൂ ഫിനോമിനൻ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, കൂലീസ്, സ്വീപ്പേഴ്സ്, പ്ലാന്റേഷൻ വർക്കേഴ്സ്, ഇതുപോലുള്ള ആളുകൾ പ്രധാന കഥാപാത്രങ്ങളായിട്ട്, ഹീറോസ് ആയിട്ട് വരിക എന്നുള്ളത് ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഫിനോമിനൻ ആയിരുന്നു. ഹിസ് ക്യാരക്ടേഴ്സ്, ഹോംലെസ് മ്യൂണോ ഇൻ കൂലി, അദ്ദേഹത്തിൻ്റെ കൂലി എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമായി വരുന്ന മ്യൂണോ, അതുപോലെ തന്നെ അൺടച്ചബിൾ ലൈക്ക് ബക്ക, അദ്ദേഹത്തിൻ്റെ അൺടച്ചബിൾ എന്ന് പറയുന്ന നോവലിലെ ബക്ക, അതുപോലെ തന്നെ ആൻ എൻടഞ്ചേർഡ് ലാബറർ ലൈക്ക് ഗാംഗുവിനെ പോലുള്ള, അതായത് വളരെയധികം കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന തൊഴിലാളിയായിട്ടുള്ള ഗാംഗു. ഓൾ വിക്ടിംസ് ഓഫ് ക്രൂവൽറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഇവരെല്ലാം അതായത് ചൂഷണത്തിനും ക്രൂരതയ്ക്കും വിധേയരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇത്തരം ആളുകളുടെ കഥയാണ് മുൾക്ക് രാജ് തൻ്റെ നോവലുകളിലൂടെ പറയുന്നത്. മാത്രമല്ല, പോർട്രേയിങ് ഗ്രീം വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ, ആളുകൾ ജോലി ചെയ്യുന്നതിൻ്റെ വളരെ പ്രയാസമേറിയ ആ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം വരച്ചു കാണിക്കുന്നു. ആൻഡ് എ ട്രൂ പിക്ചർ ഓഫ് കണ്ടംപററി ഇന്ത്യ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നമുക്ക് സമകാലിക ഇന്ത്യയുടെ ഒരു കറക്റ്റായ ചിത്രം, ഒരു വ്യക്തമായ ചിത്രം നമുക്ക് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അത്യാവശ്യം ഒരു ലെങ്തി വീഡിയോ, ഒരു 10-18 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ചെയ്യുന്ന ഫസ്റ്റ് സെമ്മ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.